രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വാൽമീകി രാമായണത്തിൽ മുൻപ് പറഞ്ഞ ഭാഗം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കോസല രാജ്യത്തിൻ്റെ അതിർത്തി വിട്ടു എന്നിടത്താണ് പറഞ്ഞു വെച്ചത്. താൻ കളിച്ച് വളർന്ന് ഭരിച്ച് വളരെയേറെ ബന്ധപ്പെട്ടതായിട്ടുള്ള ആ രാജ്യം അതിർത്തി വിട്ട് പോകുമ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇനി എന്നാണ് നമ്മൾ സൂത ഇതെല്ലാം കാണുന്നത്? എത്രയോ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞ് വേണ്ട ഇവിടേക്ക് നായാട്ട് നടത്താനും അച്ഛനമ്മമാരെ കണ്ട് സന്തോഷമായിട്ടുള്ള ആ നിമിഷങ്ങൾക്ക് വേണ്ടി ഇനി എത്ര കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൊടുത്താണ് നിർത്തിയത്. അയോധ്യയോട് ഭഗവാൻ വിട പറയണം. ആവൃച്ഛേത്വാം പുരിശ്രേഷ്ഠ പുരശ്രേഷ്ഠ, പുരി എന്ന് പറഞ്ഞ നഗരം, പുരിശ്രേഷ്ഠ ശ്രേഷ്ഠമായിട്ടുള്ള നഗരമായ അയോധ്യയെ നിനക്ക് വിട, ടാറ്റ എന്നർത്ഥം. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിന്നോട് ഞാനിതാ സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയണം. യാത്ര പറയൽ രണ്ട് രീതിയിലുണ്ട്, സന്തോഷത്തോടു കൂടി പറയലുണ്ട്, സങ്കടത്തോടു കൂടിയിട്ട്. ഇവിടെ അതീവ ദുഃഖത്താലാണ്. ആവൃച്ഛേത്വാം പുരിശ്രേഷ്ഠ, ശ്രേഷ്ഠമായിട്ടുള്ള നഗരമേ, നിന്നോട് ഞാനിതാ വിട പറയുന്നു. ഇനി എന്നാണ് നിന്നെ കാണുക? 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് നിന്നെ ഞാൻ കാണാം, വീണ്ടും കാണാം. സീ യു എഗെയിൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, ശരിക്കായ യാത്ര പറയൽ തന്നെ. അതിനുശേഷം കണ്ണീർ വാർത്തുകൊണ്ട് വലങ്കൈ ഉയർത്തിക്കൊണ്ട് എന്നാണ് ഈ ഭരണ നേതാക്കളൊക്കെ അഭിസംബോധന ചെയ്യുക എന്ന് പറയും അല്ലേ. ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇടത്തേ കൈയല്ലല്ലോ ഉയർത്തുക, വലത്തേ കൈ ഉയർത്തി അവരോടൊക്കെ സംസാരിക്കാൻ പറ്റും. ഒരുപാട് ജനക്കൂട്ടുണ്ടാകുമ്പോൾ എല്ലാവരോടും ഞാൻ ആവണ വിധത്തിൽ ഇതാ അഭിവാദ്യം ചെയ്യുക, സംസാരിച്ചുകൊണ്ട് തുല്യമായിട്ട് ഈ കൈയൊന്നിങ്ങനെ കാണിക്കുക. കാരണം അത്രയിലേ എല്ലാവരോടും പറ്റുള്ളൂ. വലിയൊരു ജനക്കൂട്ടത്തോട് കൂട്ടി വലം കൈ ഉയർത്തി എന്നാണ് ഇവിടെ പറഞ്ഞത്. വലം കൈ ഉയർത്തിക്കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ എല്ലാവരും കണ്ണുനീരൊഴുക്കി എല്ലാവരും ദുഃഖത്തോടു കൂടിയിട്ട് ഈ കാഴ്ച കാണാൻ അവർക്ക് ശക്തിയില്ലായിരുന്നു. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകൂ, വൈകിട്ട് എന്താ കാര്യം, എന്തായാലും പോകണമെന്ന് ഉറപ്പാണ്. അപ്പം ഇനി വൈകിക്കുന്നത് കൂടുതൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കി തീർക്കും. ചിരം ദുഃഖസ്യ പാപിയോ, ആ താമസം ദുഃഖത്തെ ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് ഗമ്യതാം അർത്ഥസിദ്ധയെ, അവിടെ പോയിട്ട് കർത്തവ്യം ചെയ്യേണ്ടത്, അതാണ് അർത്ഥസിദ്ധയെ. നിങ്ങളുടെ അതാത് കാര്യങ്ങളിൽ വ്യാപൃതരാകുവിൻ. എത്രയും വേഗം അതിലേക്ക് വ്യാപരിക്കുന്നുവോ അത്രയും നല്ലത്. അല്ലാണ്ട് ഇനി വേറൊന്നും വിചാരിച്ച് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും മഹാത്മാവായിരിക്കുന്ന രാമനെ വലം വെച്ച് വന്ദിച്ച് പോവാനായിട്ട് കാല് വരുന്നില്ല അവർക്ക്. തിരിഞ്ഞു നോക്കുന്നു, ചിലർ സ്വകാര്യം സംസാരിക്കുന്നു. മനസ്സോടുകൂടി രാമൻ ആ കുതിരവണ്ടി തെളിക്കുകയാണ്. വേറെ വഴിയില്ല, കാരണം ഇവർ പോട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ അവർ പോകലുണ്ടാവില്ലാവോ. ആ വണ്ടി അങ്ങോട്ട് നീങ്ങുകയാണ്, ഗതി സ്പീഡ് കൂടി. തീവണ്ടി പോണ പോലെ തന്നെയാണ് കുതിരയാണെങ്കിലും മെല്ലെ വലിച്ചു തുടങ്ങി. സ്പീഡ് കൂട്ടി രാമൻ്റെ വണ്ടി ഇവരുടെ കണ്ണിൽ നിന്ന് പോയി മറഞ്ഞു എന്ന് പറയണം. അങ്ങനെ കോസലം കടന്നു. പിന്നെ അങ്ങനെ സഞ്ചരിച്ച് ആ വണ്ടിയിലിരുന്നു കൊണ്ട് പല സ്ഥലങ്ങളും മാന്തോപ്പുകൾ, പൂന്തോപ്പുകൾ ഇല്ലേ, നട്ടമായിരിക്കുന്ന ചില ജലാശയങ്ങൾ, പാടങ്ങൾ എല്ലാം കടന്ന് കോസലം പിന്നാക്കം തള്ളി, കോസലത്തെ തള്ളി ഉദ്യാനങ്ങൾ കണ്ടുവരും. മധ്യേന മുദിതം സ്പീതം രമ്യ ഉദ്യാന സമാകുലം, മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ എല്ലാം കടന്ന്
അവസാനം എവിടെ എത്തിച്ചേർന്നു? തത്രിപതകാം ദിവ്യാം ശീതതോയാമശേർവലാം, ഗംഗാനദിയിൽ എത്തിച്ചേരുകയാണ്. ഇനി കുറച്ച് ശ്ലോകങ്ങൾ ഗംഗാനദിയെ വർണ്ണിക്കുകയാണ്. ഗംഗാനദി ഉണ്ടോ വർണ്ണിച്ചാൽ കഴിയണു? ഈ ഗംഗയ്ക്ക് ത്രിപതക എന്ന പേരുണ്ട് എന്ന് ബാലകാണ്ഡത്തിൽ ആദ്യം പറയുണ്ടായി. ത്രിപതക എന്ന് പറഞ്ഞാൽ 3 പേരോടുകൂടി ഒഴുകുന്നവൾ. ഭോഗവതി എന്നാണ് പാതാളത്തിൽ പേര്, ഗംഗ എന്നാണ് ഭൂമിയിൽ പേര്, അതുപോലെ ആകാശത്ത് വേറെ ഒരു പേരിൽ മന്ദാകിനി എന്ന പേരോട് കൂടിയിട്ടാണ് ഒഴുകുക. ആ ത്രിപതകയായ ഗംഗാനദി കണ്ടു. അതിലാണെങ്കിലോ ഒടുങ്ങാത്ത ജലരാശി പ്രവാഹമാണ്. ഗംഗ ഇങ്ങനെ ഒഴുക്കുമ്പോൾ തന്നെ വർണ്ണിക്കും. അതിങ്ങനെ ഒഴുകണ സമയത്ത് ചില ദിക്കിൽ പരന്നും ചില ദിക്കിൽ കൂടിയും അങ്ങനെയുള്ള നദി ഒഴുകുക. ചില ദിക്കിൽ വീതി കുറയും, ചില ദിക്കിൽ വീതി കൂടും, ചില ദിക്കിൽ തല്ലി വെള്ളം തമ്മിലിങ്ങനെ പതകളും നൊരകളും വരുന്നുണ്ടാവും, ചില ദിക്കിൽ ഓളങ്ങൾ ധാരാളം ഉണ്ടാവും, ഇല്ലേ, ചില ദിക്കിൽ നിശ്ചലമായിട്ട് ഒഴുകും. ഇങ്ങനെയെന്നാണ് ആ വർണ്ണന കേട്ടാൽ ഗംഗ ഇങ്ങനെ മുമ്പിൽ കാണുക തോന്നും. വാൽമീകി രാമായണത്തിൻ്റെ പ്രത്യേകത അതാണ്. ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗയെ കാണുന്ന പോലെ ആ ജലാശയങ്ങളിൽ ഗംഗയിൽ പല പ്രാധാന്യമുണ്ട്. അപ്സരസ്സുകൾ ആനന്ദത്തോടെ നീരാടാൻ എത്താറുണ്ട് എന്നാണ് പറയുന്നത്. എന്താ പറയണം? അപ്സരസ്സുകൾ ദേവദാനവ ഗന്ധർവേ കിന്നരേ ഉപശോഭിതാം. ദാനവന്മാർ, ദേവന്മാർ, ഗന്ധർവ കിന്നരന്മാർ, നാഗ പത്നിമാർ, ഇവരൊക്കെ ഗന്ധർവ പത്നിമാർ, ഇവരൊക്കെ നാഗഗന്ധർവ പത്നിമാരെല്ലാം അതിൽ നീരാടും എന്ന് പറയണം. ദേവന്മാരുടെ വിഹാരമുള്ള നദിയാണ്. അതിൽ കുളിച്ചാൽ എല്ലാ പാപവും പോവും. അവർ കൂടി കുളിക്കണു പാപം പോവാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിതി അറിയാനുണ്ടോ? അപ്പോൾ അവർക്കും ബഹുമാന്യമാണ് ഈ നദി. ഗംഗയുടെ പ്രാധാന്യമൊന്നും പറഞ്ഞാൽ തീരില്ല എന്നാണ്. ഗംഗാജല ലവ കണികാ പീത. ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യ പഠിക്കുന്നു, ലേശെങ്കിലും ഗംഗാജലം കുടിക്കാണ്ടേക്ക ഈ ഭാരതത്തിൽ വന്നിട്ട് മരിച്ചു പോയാൽ അവനവൻ്റെ ജന്മം ചുട്ടു തിന്നുന്നു പാവം ശിവശിവ. ഇല്ലേ, ചുട്ടു തിന്നെയാണ് ജന്മം എന്നേ പറയാൻ പറ്റൂ ഈ ഭാരതത്തിൽ വന്നിട്ടേ. അപ്പം അതിലത്തെ പോലെ ഗംഗാജലം കുറച്ചെങ്കിലും കുടിച്ചാൽ അനവധി ജന്മത്തെ പാപം തീരും എന്നാണ് പറയണത്. അതിന് പറയണ ജല ആഘാത അട്ടഹാസ ഉഗ്രാം. ചിലപ്പോൾ അങ്ങനെ തല്ലി തകർത്തി പല തലത്തിലുള്ള ഓളങ്ങൾ, വെള്ളത്തിൻ്റെ ആ അലകൾ, പ്രവാഹം തല്ലി ജലത്തെ കടികകൾ തമ്മിൽ തല്ലി ചിതറി കൊഴുകുന്നതായിട്ടുള്ള നദികൾ പല ദിക്കിലുമുണ്ട്. ആ വെള്ളത്തിൻ്റെ സുഖമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നുമുണ്ട് എന്ന് പറയുന്നത്. കൊച്ചിൽ ഗംഭീര നിർഘോഷാം. വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ശബ്ദം ഉണ്ടാവും ഇല്ലേ? ചെറിയ കിഴായ ഒഴുകുമ്പോൾ തന്നെ എത്ര ശബ്ദം ഉണ്ടാവും. കിഴായ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയുമോ എന്നുള്ള സംശയം. കാരണം പാടവും ഇല്ല, കിഴായില്ല, ഒന്നുമില്ല ഇല്ലേ. ഒരു വരമ്പിൻ്റെ ഇടയിൽ വെള്ളം ഇങ്ങനെ ചാടണേനാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണം കുട്ടികളൊക്കെ. കുട്ടികളെ വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അതൊക്കെ പറയണം. ആ വെള്ളം ഇങ്ങനെ ഒഴുകണ ശബ്ദം. അപ്പോൾ ഈ നദി ഒഴുകുമ്പോൾ എത്രമാത്രം ഇല്ലേ, ദൂരത്തുനിന്ന് നദിയുടെ ശബ്ദം കേൾക്കുന്ന പറയുക. രാത്രിക്ക് ഈ ഗോദാവരി ഒഴുകണ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാം ഇല്ലേ. ഉയരത്തുനിന്ന് താഴത്തേക്ക് ഇങ്ങനെ ചാടി ഒഴുകുമ്പോഴേ അപ്പോൾ ആ ശബ്ദങ്ങൾ, ആരവങ്ങൾ അഗാധമായിട്ടുള്ള, ചിലതിൽ ആഴവും ചുഴിയുണ്ടാവും, നിശ്ചലമായിട്ട് ചില സ്ഥലത്തുണ്ടാവും. അങ്ങനെയുള്ളതായ ആ ഗംഗ രാമൻ ലക്ഷ്മണൻ ഇവരെ ദൂരത്തുനിന്ന് സൂതനും കാണുകയാണ് എന്ന് പറയണം. മണലിൻ്റെ തിട്ടകൾ ചില സ്ഥലത്തുണ്ട്, ധാരാളം പക്ഷികളുണ്ട്. ഹംസസാരസസങ്കുട്ടാം ചക്രവാകോപകൂജിതാം. കുളക്കോഴി, മറ്റു പക്ഷികൾ ഇല്ലേ, കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ അങ്ങനെ ഉണ്ടാവും. ആ പക്ഷികളുടെ ശബ്ദം ധാരാളമുണ്ട്, പറക്കുന്നുണ്ട്. ചിലതൊക്കെ ഇരുന്ന് ചിറകടിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ കാണില്ലേ പക്ഷികളൊക്കെ ഇരുന്ന് ചിറകടിക്കൽ. എന്താ വർണ്ണന ആലോചിച്ച് നോക്കും. ഇരുന്നിട്ട് അതിങ്ങനെ കണ്ണിൽ കാണാൻ തോന്നും. ഇരുന്നിട്ട് ഇങ്ങനെ ചിറകടിക്കുക, ചിറക് ഇങ്ങനെ കൊക്കൊണ്ട് കൊത്തി വൃത്തിയാക്കുക ഇല്ലേ. ചിലത് ചിറകിട്ട് അടിക്കുക, ചിലത് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് വീണ്ടും അവിടെ ഇരിക്കുക ഇല്ലേ. ഇങ്ങനെ എന്താ വർണ്ണന നോക്കൂ. കുളക്കോഴികൾ, പറവകൾ, അതിൻ്റെ ആരവം കൊണ്ട് ഗംഗാനദി മനോഹരമായിട്ട് 3 ആളും കണ്ടു. ആരാ 3 ആൾ? ലക്ഷ്മണനും സൂതനും, കേരാളി ഉണ്ടല്ലോ, അതേപോലെ തന്നെ രാമനും. വളരെ ആ തീരത്ത് അനവധി വൃക്ഷങ്ങളുണ്ട്. അതേപോലെ ഉണക്കിയൊന്നുമല്ല, അതൊക്കെ ഇന്നത്തെ കാലത്തല്ലേ, മണലാണ്, അതിൽ വെള്ളം ഉണ്ടാവില്ല, തീരത്ത് വൃക്ഷം ഉണ്ടാവില്ല, ആകെ ഒരു ഉഷ്ണപ്രതീതി. ഇത് അങ്ങനെയൊന്നുമല്ല, നിറച്ച് പച്ചയില നിറഞ്ഞതായിട്ടുള്ള ആ വൃക്ഷങ്ങൾ നദീതീരത്ത് ധാരാളമായിട്ടുണ്ട്. പിന്നെയോ ചില സ്ഥലത്ത് ആമ്പൽ, ചില സ്ഥലത്ത് താമര അല്ലേ, പൂ വിരിഞ്ഞ പൂവ്, വിരിഞ്ഞാത്ത പൂവ്, അതും കൂടി പറഞ്ഞിരിക്കണം. പൂ മൊട്ടുകളുണ്ട്. നാനാ പുഷ്പരജോദ്വസ്താം പ്രമദാം ഇവചക്കുചിൽ. പൂവിൻ്റെ മുട്ട, വിരിഞ്ഞ പൂവ്, പകുതി വിരിഞ്ഞത്, എങ്ങനെ വർണ്ണിക്കുക ആലോചിച്ച് നോക്കൂ. അതിനൊക്കെയാണല്ലോ എല്ലാ പൂവും ഒരേപോലെ ഇല്ലല്ലോ. ചിലത് പകുതി വിരിഞ്ഞ്, ചിലത് മുട്ടായിട്ട്, ചിലത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് മനോഹരമായിട്ടുള്ള ആമ്പല്, താമര മുതലായിട്ടുള്ളത് കൊണ്ടും
ചളിയൊന്നുമില്ല കേട്ടോ, ഗംഗയിൽ അധികം ചേറുണ്ടാവില്ല എന്നാണ്. പങ്കമില്ലാത്ത വെള്ളം, എവിടെ ഇറങ്ങിയാലും മണലേ ഉള്ളൂ, ചളിയില്ല. അതും ഇവിടെ പറഞ്ഞിരിക്കണു. അത് ധാരാളമായിട്ടുള്ള മൃഗങ്ങൾ, അതായത് ആഭരണം അണിഞ്ഞതായിട്ടുള്ളൊരു സ്ത്രീയെ പോലെയോ ആളെ പോലെയോ തോന്നിപ്പിക്കും. തൂവെണ്മ കാണിക്കുന്നതായിട്ടുള്ള ദിശാഗജങ്ങൾ, മദഗജങ്ങൾ, അല്ലേ, ദേവന്മാർ കയറുന്ന ആനകൾ, ഒരു വാഹനമാക്കിയിട്ട് അങ്ങനെയുള്ള ആനകൾ, അതേപോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നല്ലൊരു സ്ത്രീയെ പോലെ, ആഭരണങ്ങൾ അണിഞ്ഞതായ സ്ത്രീയെ പോലെ കാണപ്പെട്ടു. ചില ദിക്കിലൊക്കെ ശരിയല്ലാത്ത സാധനങ്ങളുണ്ട്. എന്താ, മുതല, പാമ്പ്, അല്ലേ, വെള്ളം, ജലാശയം എന്നൊക്കെ പറഞ്ഞാൽ നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. അതുകൊണ്ട് ഗംഗ അത്ര നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, സൂക്ഷിക്കണം കേട്ടോ. നമുക്ക് വാണിങ് തരുന്ന പോലെയാണ്. മുതലുണ്ടാവും, ചിലപ്പോൾ പാമ്പും ഉണ്ടാവും. അപ്പം നല്ലതൊരു ഭാഗത്ത്, ചീത്ത ഒരു ഭാഗത്ത്, പുഷ്പങ്ങളൊരു ഭാഗത്ത്, വൃക്ഷങ്ങളൊരു ഭാഗത്ത്, പക്ഷികളൊരു ഭാഗത്ത്, അല്ലേ, ആമ്പല, താമര. ഇതേ പറയുകയാണ്, ഭഗീരഥ പ്രയത്നം കൊണ്ട് ശങ്കരൻ്റെ തലയിൽ നിന്ന്, ശിവൻ്റെ തലയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് എന്ന് പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സർവ്വപാപവും ഇതിൽ കുളിച്ചാൽ പോവും, പാപനാശിനിയാണ്. വിഷ്ണുപദം എന്നൊരു പേരും കൂടി ഉണ്ട്, വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് എന്ന് പറയുകയാണ്. വിഷ്ണുപാദച്യുതാം, അതായത് ശിവൻ്റെ തലയിൽ നിന്ന് ജനിച്ചതാണെന്ന് പറയുന്നു. വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ച, പിന്നെ വിഷ്ണു പാദത്തിൽ നിന്നാണ് ഒഴുകിയത് എന്നാണ് പറയുന്നത്. രണ്ടുമുണ്ട്. വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് വിഷ്ണുപതി എന്ന് പറഞ്ഞിട്ട് പഞ്ചമസ്കന്ധത്തിലൊരു വർണ്ണനയുണ്ട്. വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്ന് ഒഴുകുന്ന നദിയായിട്ടും ഇതിനെ പറയും. എന്തായാലും ഭഗീരഥൻ്റെ ആ പ്രയത്നം കൊണ്ടാണ് ഈ ഗംഗ ഉണ്ടായത്. അല്ലെങ്കിൽ ഗംഗ എന്ന് പറഞ്ഞ സംഗതി ഇല്ല അത്രേ. ഈ ശിവൻ്റെ ജടയിൽ തങ്ങി, എന്താ തങ്ങാൻ കാരണം, പാതാളത്തിലേക്ക് അയക്കണം ഈ ശിവനെ എന്ന് വിചാരിച്ചു പാർവതി. ഭഗവാനെ പാതാളത്തിലേക്ക് അയക്കാൻ പുറപ്പെട്ടു ഈ ഗംഗയെ കൂടെ. അത് ദേഷ്യം വന്നു ഭഗവാൻ, എന്നാൽ ഞാൻ ഒഴുക്കില്ല, നീ എങ്ങനെ എന്നെ പാതാളത്തിലേക്ക് അയക്കുക, ഒന്ന് കാണണമല്ലോ. ഭഗവാൻ ആ നദിയെ അവിടെ തടഞ്ഞു. അവസാനം ഭഗീരഥൻ പ്രയത്നം ചെയ്തിട്ടാണ് വീണ്ടും അതിനെ ഒഴുക്കിയത്. അതാണ് ഭഗീരഥൻ്റെ പ്രയത്നം കൊണ്ട്. അങ്ങനെ ഗംഗാനദി കടന്നതോട് കൂടിയിട്ടാണ് പിന്നീട് എവിടെ എത്തിയിട്ടാണ് ശൃംഗവേരപുരം പ്രതി ആസസാദമകാബാഗു ശൃംഗിവേരപുരം പ്രതി. ഗുഹൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിൻ്റെ സാമ്രാജ്യമാണ്, അവിടെ ഭരിക്കുന്ന പ്രദേശമാണ് ഈ ശൃംഗവേരപുരം എന്ന് പറയുന്നത്. രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അത് പറഞ്ഞു ഭഗവാൻ. ഇന്ന് നമുക്കിവിടെ വസിക്കാം, ലക്ഷ്മണാസൂത, ഈ ശൃംഗവേരപുരത്തിൽ നമുക്ക് വസിക്കാം. നിറച്ചും ഓടമരം നിൽക്കുന്നത് കണ്ടുവോ എന്ന് ചോദിക്കുകയാണ്. ഓടമരം അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഓടമരത്തിൻ്റെ അടുത്ത് പോയി എല്ലാവരും ആരാധിക്കുന്നതായിട്ടുള്ള ഗംഗയുടെ തീരത്ത് നിൽക്കുന്ന ആ ഓടയുടെ അവിടെ ഇറങ്ങി, സൂതനും ഇറങ്ങി, ലക്ഷ്മണനും ഇറങ്ങി, ശ്രീരാമനും ഇറങ്ങി. 3 പേരും ഓടവൃക്ഷത്തിൻ്റെ താഴെ ഇറങ്ങിയിട്ട് കുതിരകളെ അഴിച്ചു വിട്ടു. അവർ ലേശം മേട്ടെ സൂത, നമ്മളെ ഇവിടെയൊക്കെ വലിച്ചു കൊണ്ടുവന്നവരല്ലേ പാവങ്ങൾ, പുല്ലോ വെള്ളമോ ഒക്കെ തിന്ന് അവർ കുറച്ച് നേരം സ്വതന്ത്രമായിട്ട് മേട്ടേന്ന് പറഞ്ഞ് കുതിരകളെ അഴിച്ചു വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മുഴുവനെ ഭരിക്കുന്നതായിരിക്കും നിഷാദനും, കാട്ടാള വംശത്തിലെ പ്രദേശം, കാട്ടുജാതി, കാട്ടുവംശം, അതിൽപ്പെട്ടുള്ള നിഷാദ ആധിപതി ആയിരിക്കുന്നതായ ഗുഹൻ അവിടെ വന്നു. സ്ഥപതി എന്നും അദ്ദേഹത്തെ പറയും, അവിടുത്തെ സ്ഥാനിയാണ് അദ്ദേഹം. ഗുഹൻ മിത്രങ്ങളോടുകൂടിയിട്ട് അങ്ങോട്ട് വരികയാണ്. രാമനും ലക്ഷ്മണനും സൂതനോടുകൂടി എത്തിയിട്ടുണ്ട് എന്നിങ്ങോട്ട് പറയുമ്പോഴേക്കും കൂട്ടത്തോടെ വന്നിട്ട് രാമനെ നമസ്കാരമുണ്ട്, രാമ നമസ്കരിച്ചു. പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? തമാർത്ഥ സംഭരിഷ്യ ഗൃഹോ രാഘവ പ്രവീ. ആ കാലമൊക്കെ ആലിംഗനം ചെയ്തു എന്നാണ്. ഭഗവാന് നോക്കൂ, തൻ്റെ വംശം ക്ഷത്രിയനാണ്, രാജാവാണ്. ഈ ഗുഹൻ എന്ന് പറഞ്ഞാൽ നിഷാദന്മാരല്ലേ, കാട്ടുജാതിക്കാർ. അതൊന്നും ഭഗവാൻ ഓർത്തില്ല. തൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്തിനെ പോലെ ആറോട് ചേർത്ത് ആലിംഗനം ചെയ്തു എന്ന് പറയുകയാണ്. ഈ ഭരതൻ പിന്നീട് ഇവിടെ വന്ന് കാണുമ്പോൾ, ഗുഹ അങ്ങയുടെ ഒരു ഭാഗ്യേ, രാമൻ ആലിംഗനം ചെയ്തില്ലേ അങ്ങയെ? നോക്കൂ, രാമന് ഉച്ചനീചത്വോ താൻ മീതേന്നോ വല്ല ഭാവമുണ്ടോ? ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ് ഭഗവാൻ നോക്കണത്. വംശത്തിൻ്റെ കേമത്വോ അല്ലെങ്കിൽ അതൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞാൽ യഥായോധ്യ തഥേയം തേ രാമ കിങ്കരവാണിതേ. അതാണ് നല്ലപോലെ ആലിംഗനം ചെയ്തിട്ട്, ഹേ രാമ, ഇത് അങ്ങയുടെ രാജ്യമാണ് കേട്ടോ, അയോധ്യയാണെന്ന് വിചാരിച്ചോളൂ, എല്ലാ അധികാരവും അങ്ങേക്ക് ഇവിടെയുണ്ട്. ഞാനൊന്നും തന്നിട്ട് വേണ്ട, ആജ്ഞാപിച്ചാലും എന്ന് പറയണം. എന്തു വേണമെങ്കിലും അങ്ങേക്ക് എന്നോട് ആജ്ഞാപിക്കാം, അധികാരമുണ്ട്.
ഇതിലും മീതൊരു ആദിത്യ മര്യാദ, അതിഥി ദേവോഭവ, നമ്മുടെ മര്യാദയാണ് അല്ലേ? ഒരു അതിഥി വന്നാൽ പറയണം, ഇങ്ങനത്തെ ഒരു വിശിഷ്ടാതിഥിയെ ഹേ രാമ ആർക്ക് കിട്ടും? അങ്ങയെ കിട്ടിയത് കൊണ്ട് ഞാൻ ധന്യനായി. ഇതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ദിവസവും എൻ്റെ ജന്മവും സഫലമായി. അങ്ങയെപ്പോലത്തെ ഒരു അതിഥിയെ എനിക്ക് കിട്ടുക, വിശിഷ്ടമായിട്ടുള്ള അതിഥിയായിട്ട് അങ്ങയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭാഗ്യം എന്താണുള്ളത്? ഇവിടെ അങ്ങ് സ്വാമിയാണ്, യജമാനനാണ്, ഞാനോ ഭൃത്യനും. അതുകൊണ്ട് ആജ്ഞാപിച്ചാലും ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യേണ്ടത്? ഇത്രയൊക്കെ ചോദിച്ചപ്പോഴേക്ക് നേരം സന്ധ്യയായിട്ട് രാത്രി കിടക്കേണ്ട സമയമായപ്പോൾ എന്ത് ചെയ്തു? രാമനുള്ള ശയ്യ, അവർക്കൊക്കെ കിടക്കാനുള്ള ഒരുക്കങ്ങൾ, കാട്ടിൽ അവിടെ കിട്ടാവുന്ന വസ്തുവേ ഉള്ളൂ. അവിടെ വേണ്ടതായിട്ടുള്ള ഭക്ഷ്യം, ഭോജ്യം, ശയ്യ, കിടക്കാനുള്ള സൗകര്യം, പാനീയം എല്ലാം ഒരുക്കം വളരെ വേഗം കഴിഞ്ഞു. ഗുഹൻ്റെ കീഴിൽ ആൾക്കാരുണ്ട്, ഒന്നങ്ങോട്ട് പറയേ വേണ്ടു, എല്ലാം തയ്യാറായി. കുതിരയ്ക്കുള്ള തീറ്റകളും തയ്യാറായി. അത് കണ്ടോ, ഭഗവാൻ ഒരിക്കലും മറന്നില്ല, അത് സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാം രാമചന്ദ്രനായിക്കൊണ്ട് സമർപ്പിച്ചതായിട്ടുള്ള സമയത്ത് രാമൻ പറഞ്ഞു, ഗുഹ അങ്ങും ഭാഗ്യവാൻ തന്നെ. കാരണം എന്താ പറയണത് ഇവിടെ? ആരോഗ്യവാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ദിഷ്ട്യാത്വാം ഗുഹ പശ്യാമി ഹരോഗം സഖബാന്ധവൈ. എന്തപ്പോൾ ഈ ആരോഗ്യമായിട്ട് നിൽക്കണേന് ഇത്ര അത് രോഗമുള്ളവരോട് ചോദിക്കണം, എന്നല്ലേ പറയാൻ പറ്റൂ ഇല്ലേ? നമുക്ക് ഈ സർവ്വവിധ ആഗ്രഹങ്ങളും മനസ്സിന്നാട് പോവും. സഹിക്കാൻ പറ്റാത്തൊരു വേദന വന്നാൽ ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ, സർവേശ്വരാ അതൊന്ന് മാറി കിട്ടണേ. അതുകൊണ്ട് ബൈബിളിലും കൂടി പറയും, എന്താ അറിയോ? ആരോഗ്യവാനായിട്ടുള്ള ദരിദ്രനാണ് സമ്പന്നനായിട്ടുള്ള രോഗിയേക്കാൾ ഭാഗ്യവാൻ. ആരോഗ്യവാനായിരിക്കുന്ന ദരിദ്രൻ സമ്പന്നനായിട്ടുള്ള രോഗിയേക്കാൾ ഭാഗ്യമുണ്ട്. കാരണം എല്ലാ കാശും വിഭവങ്ങളും ഉണ്ട്, കഴിക്കാൻ പറ്റണ്ടേ? അൾസറാണെച്ചാൽ എല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് വെച്ചാൽ കാണാനേ പറ്റൂ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. എന്നാലോ പൈസയൊന്നും ഇല്ലാച്ചാൽ പണിയെടുത്തിട്ട് ജീവിക്കുക, ആരോഗ്യം ഉണ്ടാച്ചാൽ അല്ലേ? സുഖമായിട്ട് ഉറങ്ങും ചെയ്യും. അതുകൊണ്ട് ഇവിടെ അരോഗനായിട്ട് ഗുഹ എന്നെ കാണാൻ എനിക്ക് സാധിച്ചല്ലോ. ഭഗവാൻ അതിനാ പ്രാധാന്യം കൊടുക്കണത്. അത് വലിയൊരു തത്വമാണ്, ഒരു വാക്കല്ല. ശരീരമാത്രം ഖലു ധർമ്മസാധനം. ശരീരം മാത്രമേ വേണ്ടൂ ധർമ്മത്തിന് എന്നാണ്. അത് എങ്ങനെ വേണം? രോഗമില്ലാണ്ട് വേണം. രോഗാതുരായിട്ട് കാര്യമില്ല. രോഗമില്ലാത്ത ഒരു ശരീരം ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് എല്ലാം തന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളാനാണ് പറയണം. അത് വേണം ഇത് വേണം എന്നൊന്നും ചോദിക്കേണ്ട. ശുദ്ധ മലയാളത്തിൽ വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരം തരേണേ ഗുരുവായൂരപ്പ. രോഗമില്ലാത്തൊരു ശരീരം കിട്ടിയാൽ വേറെ ഇനി ഒന്നും കിട്ടണ്ട. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് പറയണത്. ഞങ്ങളെപ്പോഴും പറയില്ലേ, ഈ മരിക്കുന്നതിൻ്റെ മുമ്പേ ഒരു ആസ്പത്രി കൊണ്ടുപോയിടലുണ്ട്. എൻ്റെ ദൈവമേ, ലക്ഷക്കണക്കിന് ഉറുപ്പിയും ചിലവാക്കിയിട്ട് മൂക്ക് കൂടി വായെ കൂടി ട്യൂബ് ഇട്ടിട്ട് ഒരു മാസം കടന്നാൽ ലക്ഷങ്ങൾ എത്ര പോകുന്നിട്ട് അയാൾ നിങ്ങൾ കിട്ടുമോ? ആലോചിച്ച് നോക്കൂ. അപ്പം അതൊക്കെ ആലോചിച്ചാൽ ഈ വാക്കിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. ദിഷ്ട്യാത്വം ഗുഹ പശ്യാമി അരോഗം സഖബാന്ധവൈ. ബന്ധുമിത്രാദികളോട് കൂടിയിട്ട് രോഗമില്ലാതെ നിന്നെ കാണാൻ സാധിച്ചല്ലോ. ഒരു വാക്കായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകേണ്ടതല്ല, അർത്ഥം ആലോചിക്കണം. ഭഗവാനോട് എപ്പോഴും എന്ത് പ്രാർത്ഥിക്കണം? ശരാ സഹിക്കാൻ വയ്യാത്ത രോഗങ്ങൾ തരരുതേ, വേറെ ഒന്നും വേണ്ട, ബാക്കിയൊക്കെ അതുകൊണ്ട് കഴിഞ്ഞുകൂടെ, എങ്ങനെയെങ്കിലുമൊക്കെ കഴിയും. അതാണ് അവിടെ അരോഗനായിട്ട് തന്നെ കാണാം. ഭഗവാന്റെ ഓരോ വാക്കിലും അർത്ഥമുണ്ട് എന്ന് പറയണം. അപിതേ കുശലം രാഷ്ട്രേ മിത്രേഷു ചതനേഷു ച എത്തിദം ഭവതാ കിഞ്ചിൽ പ്രീത്യാസമവികൽപ്പിതം. എല്ലാവർക്കും സുഖമല്ലേ ഗുഹ? അങ്ങേക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ബന്ധുമിത്രാദികൾക്കും സുഖം തന്നെയല്ലേ എന്ന് കുശലപ്രശ്നം ചെയ്യുകയാണ്. ഈ വസ്തുക്കൾ പലതും കൊണ്ടുവന്ന് ഭഗവാൻ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം രാമൻ പറഞ്ഞു, ഇന്ന് ഞാൻ ദാനമൊന്നും വാങ്ങില്ല. ഒരു കാര്യം ചെയ്തോളൂ, ആ കുതിരകൾക്കുള്ള തീറ്റ എന്താ വെച്ചാൽ കൊടുത്തോളൂ, അത് ഞാൻ മേടിക്കാം. കുതിരകൾക്ക് കൊടുത്താൽ ഭഗവാൻ മേടിച്ച പോലെയാണ്, വേറെ യാതൊന്നും ഞാൻ സ്വീകരിക്കില്ല. ഇനി ഞാൻ ദാനം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ 14 കൊല്ലം കഴിയണം. അങ്ങ് തന്നിട്ടുള്ള പഴങ്ങളോ ബാക്കി കാര്യങ്ങളോ എല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ദയവായിട്ട് തിരിച്ചെടുക്കണം. ഞാൻ സ്വീകരിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ സമർപ്പിച്ചതെല്ലാം സ്വീകരിച്ചു ഭഗവാൻ. ഗുഹൻ തന്നത് വേണ്ടാന്ന് പറഞ്ഞാൽ ഗുഹന് വിഷമാവില്ലേ? പക്ഷേ തൽക്കാലം അത് അങ്ങ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് കുതിരത്തീറ്റ മാത്രം ഭഗവാൻ സ്വീകരിച്ചു. മാന്തോല്, മരവുരി, ദർഭ ഇതൊക്കെയാണല്ലോ ഇപ്പം ഞാൻ ധരിച്ചിരിക്കുന്നത്. അങ്ങ് കാണുന്നില്ലേ ഗുഹ? അതുകൊണ്ട് ഞാനിപ്പോൾ താപസവേഷത്തിലാണ്, താപസവ്രതത്തിലാണ്. അതുകൊണ്ട് അങ്ങയുടെ ഈ വസ്തുക്കളോ ഉപഹാരങ്ങളോ സ്വീകരിക്കാൻ എനിക്ക് തൽക്കാലം
നിവൃത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ട കുതിരകൾക്ക് കൊടുക്കൂ, അവ ഭക്ഷിച്ചാൽ എനിക്ക് സമർപ്പിച്ചതിന് തുല്യമായി. നമ്മുടെ ഏതാവതാത്ര ഭവതാ ഭവിഷ്യാമി സുപൂജിതം. എന്നെ നന്നായിട്ട് പൂജിച്ച ബലം കിട്ടും. ആ കുതിരകൾക്ക് വയറ് നിറച്ച ആഹാരം കൊടുക്കൂ. ഭഗവാന്റെ ആ ജീവകാരുണ്യാണ് അവിടെ കാണിക്കണം. അവിടെ യുദ്ധകാന്ഡം കഴിയുമ്പോഴും ഭഗവാൻ ഒരു വാക്ക് പറയുന്നുണ്ട്, പൂജിതേഷു കപീന്ദ്രേഷു. സീതയെ കാണാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുമ്പോൾ ചിലർ വടിയെടുത്തിട്ട് ആട്ടി. ഇപ്പോൾ ആരാ അവരെ ആട്ടാൻ പറഞ്ഞേ? സീതാദേവിയെ അമ്മയെ കാണുന്ന പോലെ കാണട്ടെ അവർ കാരണമല്ലേ സീതയെ കാണാൻ സാധിച്ചത്. പൂജിതേഷു കപീന്ദ്രേഷു. ആ കപീന്ദ്രന്മാരെ പൂജിച്ചാൽ എന്നെ പൂജിച്ചതിന് തുല്യമാണ്. അവരെ ഉപദ്രവിക്കരുത്. അതേപോലെ കുതിരകൾക്ക് തീറ്റ കൊടുത്താൽ എന്നെ പൂജിച്ച തുല്യം തന്നെയാണല്ലോ. അതിന് ആ ഗുഹൻ ആജ്ഞാപിച്ചു തൻ്റെ ഭൃത്യന്മാരുടെ ആ കുതിരകൾക്ക് വേണ്ടത്ര നല്ല ഗുണമുള്ള നിലവാരമുള്ള തീറ്റ കൊടുത്തേക്കൂ. ലക്ഷ്മണൻ രാമൻ്റെ കാലമൊക്കെ കഴുകി കിടക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, കാല് കഴുകി കിടക്കണം. നമുക്ക് പഠിക്കാൻ ഓരോ കാര്യമുണ്ട്. പണ്ടത്തെ ഒരു നിയമമാണത് അല്ലേ, കാല് കഴുകിയിട്ടേ കിടക്കാവൂ എന്നാണ്. കിടക്കയിൽ മാലിന്യങ്ങൾ ഉണ്ടാവരുത്, തന്മൂലം രോഗങ്ങൾ ഉണ്ടാവരുത്. ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് കുട്ടികളാകുമ്പോൾ ഞങ്ങളെയൊക്കെ ചീത്ത തരണോ, കാല് കഴുകിയോ, കിടക്കുമ്പോൾ പോയി കാല് കഴുകുക എന്ന് പറയും. കുട്ടികൾക്ക് വന്ന് വല്ലതും ഉണ്ടോ അങ്ങനത്തെ ചിട്ട കാല് കഴുകിച്ചു എന്നാണ്. ഇവിടെ ലക്ഷ്മണൻ കഴുകിക്കുകയാണ് ചെയ്തത്. ഗണതസ്യ ഭൂമോശയാനസ്യ പാദോ പ്രക്ഷാള്യ ലക്ഷ്മണ. ലക്ഷ്മണൻ ആ പാദം കഴുകിച്ചു. സഭാര്യസ്യ തദോപ്യേത്യ തസ്തോ വൃക്ഷമുപാശ്രിത. വൃക്ഷച്ചുവട്ടിൽ ആ രാമനെ കാത്തു നിൽക്കുകയാണ്. തനിക്ക് ഉറക്കില്ല, ഏട്ടൻ ഉറങ്ങിക്കോട്ടെ, താൻ ഉറങ്ങില്ല. കുഹോവി സഹസൂദേന സൗമിത്ര്യം അനുഭാഷയൻ അന്വജാഗ്രത്തതോ രാമ അപ്രമത്തോ ധനുധര. വില്ലും കയ്യിലേന്തിക്കൊണ്ട് ആ അനുജൻ ജ്യേഷ്ഠൻ്റെ എല്ലാവിധ കാവലുകളിലും അതീവ ശ്രദ്ധ പാലിച്ചുകൊണ്ട് ഉറങ്ങി ഏട്ടൻ. പക്ഷേ ലക്ഷ്മണൻ കാവലായിട്ട് നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഗുഹനും ദൂതനോടൊത്ത് സൗമിത്രിയോട് സംസാരിച്ചു കൊണ്ട് നിന്നു. ഇത് മര്യാദയാണ് അല്ലേ? ലക്ഷ്മണൻ ഇവിടെ കാവൽ നിൽക്കുമ്പോൾ താൻ ഉറങ്ങുകയാണോ വേണ്ടത്? സുഖമായിട്ട് പോയിട്ട് കിടന്നുറങ്ങുക, അത് ചെയ്യരുത്. ഒരാൾ വന്നാൽ വാതിലടച്ച് കിടക്കരുത് എന്ന് പറയും. പണ്ട് അങ്ങനെ ശൈലി തന്നെ ഉണ്ടല്ലേ? പാടില്ല. അവർ പോയിട്ട് ഞാൻ കിടക്കട്ടെ കേട്ടോ, ഭംഗിവാക്ക് പറയാനും കൂടി പാടില്ല. അയാൾ പോയിട്ടേ കിടക്കാവൂ. അതാണ് അതിൻ്റെ മര്യാദ. പണ്ട് ആദ്യത്തെ മര്യാദയൊക്കെ ചെറിയ നിലവാരത്തിൽ നിൽക്കുന്ന ഗുഹന് പോലും അറിയാമെന്ന് നമ്മളെ കാണിച്ചിരിക്കണം. ഉറങ്ങാതെ വില്ലുമേന്തി ലക്ഷ്മണൻ നിൽക്കുമ്പോൾ താനെങ്ങനെ ഉറങ്ങുക ആതിഥേയൻ? ആ ലക്ഷ്മണനോട് ഓരോന്ന് സംസാരിച്ചു. ഉറക്കത്തിൽ മുഷിപ്പുണ്ടാവാണ്ടിരിക്കാൻ ഓരോ കാര്യങ്ങളെ സംസാരിച്ചു കൊണ്ട് അവിടെ സ്ഥിതി ചെയ്തു. തഥാശയാനത്യ തഥോസ്യ ധീമതോ യശസ്വിനോദാശരഥേർമഹാത്മന അതിഷ്ട ദുഃഖസ്യസുഗോചിതസ്യ സ തഥാ വ്യതീയാന ചിരേണ ശർവരി. ആ മലത്ത് ായിട്ടുള്ള രീതിയിൽ വളരെ കീർത്തിമാനും ബുദ്ധിമാനും അല്ലലൊന്നും അറിയാത്തതും ആയിരിക്കുന്ന ആ ദാശരഥിയായിട്ടുള്ള രാമൻ്റെ രാത്രി അങ്ങനെ കടന്നുപോയി. ശർവരി രാത്രി തഥാ വ്യതീയാന കടന്നുപോയി എന്ന് പറയുകയാണ്. ഇനി നേരം പ്രഭാതമായിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ളതായിട്ട് സംഭാഷണം പ്രകാരമുള്ളതായിരിക്കുന്ന ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. പൂർവം രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രകണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.